അപ്പൊ എല്ലാവരും ഫോണൊക്കെ ഒന്ന് തിരിച്ചു വെച്ചിട്ടിരുന്ന് കാണട്ടെ, അപ്പോഴാണ് നല്ല ഭംഗിയിൽ കാണാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും പെസഹാ തിരുനാൾ ആശംസകൾ. ഇത് പെസഹാടെ അന്ന് എടുത്ത വീഡിയോ കൊണ്ടാണ് നിങ്ങൾ കാണുന്നത്, ദുഃഖ വെള്ളിയാഴ്ച ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും പെസഹാ തിരുനാൾ ആശംസകൾ. അപ്പൊ കാലത്ത് തന്നെ പുട്ടുണ്ടാക്കാനൊക്കെ ഇറങ്ങിയേണ്ട. അതിനു മുന്നേ തന്നെ നമുക്ക് ആദ്യത്തെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചരിയും ഉഴുന്നും കൂടി വേഗം വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾക്കൊക്കെ നിൽക്കാം. എന്നാലാണ് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മളുടെ ഉഴുന്നും അരിയൊക്കെ നല്ല പോലെ കുതിർന്ന് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പൊ അത് അവിടെ കിടക്കട്ടെ. പിന്നെ നമുക്ക് അടുത്ത പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് വെക്കണം, കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അങ്ങനെ പണികളൊക്കെ. ഇന്നിപ്പോ ജോലിയൊന്നും ഇല്ല കേട്ടോ. ജോലി സാധാരണ പെസഹാ വ്യാഴാഴ്ച ഉച്ചവരെ പോകാറുണ്ട്. പക്ഷെ അവിടെ റോഡ് പണി തുടങ്ങിയേക്കണ കാരണം എന്നോട് ഫുള്ള് ലീവ് എടുത്തോളാൻ പറഞ്ഞു. ഇനിയിപ്പോ തിങ്കളാഴ്ച വന്നാൽ മതി എന്ന് പറഞ്ഞു നല്ല സാറ്. അങ്ങനെ നമുക്ക് അടുപ്പിച്ചൊരു ലീവ് കിട്ടി. ഇനിയിപ്പോ 4-5 ദിവസം പിള്ളേരുടെ കൂടെ എനിക്ക് നിൽക്കാനും പറ്റും, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. അപ്പൊ അതിന്റെയൊക്കെ ഒരു സന്തോഷത്തിലാണ് ഇന്ന്. അങ്ങനെ ഇന്നലെ ഞാൻ ലീവൊക്കെ ചോദിച്ചിട്ട് ഒരു രാത്രിയൊക്കെ ആയി കഴിഞ്ഞപ്പോ പറഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച വന്നാൽ മതി. അപ്പൊ ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കണം. രാവിലെ തന്നെ അപ്പൊ മറ്റേ കടയിലൊക്കെ പോയിട്ട് നമുക്ക് ഇനിയിപ്പോ ഈ വൈകുന്നേരം കടയൊക്കെ പൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ചയൊക്കെ കട തുറക്കുള്ളൂ. ദുഃഖവെള്ളിയൊക്കെ ഒന്നും കട തുറക്കൂല. അപ്പൊ നമുക്ക് സാധനങ്ങളൊക്കെ അടുക്കളയിൽ തീർന്നതൊക്കെ വേഗം പോയിക്കൊണ്ട് വാങ്ങിച്ചിട്ട് വന്ന്. അപ്പൊ തേങ്ങയൊക്കെ ഒന്നുമില്ല. തേങ്ങയും ഒരെണ്ണം വാങ്ങിച്ച്, നമുക്ക് തേങ്ങാപ്പാലും കാര്യങ്ങൾ ഇതൊക്കെ വേണമല്ലോ. ഒറ്റ തേങ്ങയില്ല. തേങ്ങ ഇടാൻ ആളെ വിളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ടൊന്നുമില്ല. അപ്പൊ തേങ്ങ പുറത്തുനിന്ന് പറഞ്ഞാൽ കാശ് കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴും തേങ്ങയുടെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ നമുക്ക് സാമ്പാർ ഉണ്ടാക്കണം. സാമ്പാർ ഉണ്ടാക്കിയതിന് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ സാമ്പാർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരിത്തിരി എടുത്തു കഴിഞ്ഞിട്ട് നാളെ വെച്ച് കഴിഞ്ഞാൽ ദുഃഖ വെള്ളിയാഴ്ചയായിട്ട് നമുക്ക് ഫുൾ പച്ചക്കറി ആയിരിക്കും. ഇന്നും പച്ചക്കറി ആയിരിക്കും. അപ്പൊ 2 ദിവസം ഒരു പച്ചക്കറി ആയിട്ടായിരിക്കും. അപ്പം നമുക്ക് സാമ്പാർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗം കൊടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നാളത്തേക്കും ഒരു പോർഷൻ എടുക്കാം. അപ്പൊ ഇന്നും കുറച്ച് സാമ്പാർ, അങ്ങനെ നമ്മുടെ 2 ദിവസത്തെ കാര്യങ്ങൾ നടന്നോളാലോ എന്ന് ഓർത്തിട്ട് ഞാൻ സാമ്പാറിന്റെ കഷ്ണമൊക്കെ ഒന്ന് അരിഞ്ഞ് പാകം ചേർത്തിട്ടൊക്കെ വെക്കേണ്ട. നമുക്ക് ഇതൊന്ന് കൂടിത്തരാനായിട്ട് ആരൊന്നുമില്ല, പെൺപിള്ളേരൊന്നും ഇല്ലല്ലോ. നൈറ്റുകളോട് പറഞ്ഞിട്ട് കാര്യവുമില്ല. അവര് അതങ്ങനെ കറക്റ്റ് അവർക്ക് അറിയാൻ പറ്റില്ല എങ്ങനെ മുറിക്കണമെന്നൊന്നും. അപ്പൊ ഞാൻ സ്വസ്ഥമായിട്ട് നിന്ന് 2 ഒരാളത്തോട്ട് പോയിക്കോ, ഞാൻ ചെയ്തോളാം, ഒറ്റക്ക് നിന്ന് ചെയ്തോളാന്നും പറഞ്ഞിട്ട് കയറിയേക്കാണ്. അപ്പൊ ഇത് കുക്കറിൽ നമുക്ക് ചോറ് വെക്കണം. അപ്പൊ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഞാൻ വെച്ചിട്ട് അടപ്പൻ ഇട്ട് വേഗം അടച്ചു വെക്കും. അപ്പൊ വേഗം തിളക്കും. പക്ഷെ ഇന്ന് ഇപ്പൊ ഇത്തിരി കൂടിപ്പോയി. അപ്പൊ ഞാൻ വിസിലൊക്കെ കളഞ്ഞ് വീണ്ടും തുറന്ന് അരിയൊക്കെ കഴുകിയൊക്കെ ഇട്ട് അപ്പൊ അത് മൂടി അത് അവിടെ ഒരു സൈഡിൽ വെക്കുന്നുണ്ട്. പൂട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും പൂട്ടും വേണ്ട, ഒന്നും വേണ്ട. പൂട്ട് ഇന്നലെയും പൂട്ടായിരുന്നു. പിള്ളേരെയും പറഞ്ഞിട്ട് കാര്യമില്ല, 2 ദിവസത്തേക്ക് ഞാൻ നനച്ചേക്കായിരുന്നു എളുപ്പപ്പണിക്ക്. അപ്പൊ അവർക്ക് ആർക്കും പൂട്ട് വേണ്ട. എന്തോ ബിസ്ക്കറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൂട്ടിയിട്ട് 2 പേരും കൂടി കഴിച്ചാരണം. പൂട്ട് അവിടെ കുറ്റിയില് എയർ റോക്കറ്റ് പോലെ തന്നെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അതിനിപ്പോ അനുചേട്ടൻ വരെയായിരിക്കും, വരെയാണെന്നുണ്ടെങ്കിൽ കൊടുക്കാന്ന് ഓർത്തിട്ട് ഞാൻ അവിടെ വെച്ചേക്കണം. ഒരു പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാലത്തും തന്നെ ഇപ്പൊ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഞാനും ഒരു സൈഡിൽ കൂടെ ഒരു ചായ ഇട്ട് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ കരിച്ച് അത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇങ്ങനെ നടന്ന് കഴിയുമ്പോഴേക്കും അതിന്റെ ചൂടൊക്കെ മാറുമ്പോഴേക്കും നമുക്ക് ചായയൊക്കെ കുടിക്കാം. അതിനിടയിൽ ഞാൻ പച്ചക്കറിയൊക്കെ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ല തളിര് പോലത്തെ മുരിങ്ങാക്കായയും നല്ല തളിര് പോലത്തെ വെണ്ടക്കായൊക്കെ ഉണ്ട് കിട്ടണം. നല്ല ഫ്രഷ് പച്ചക്കറിയാണ്. വന്ന പാടെ തന്നെ വാങ്ങിച്ചു തരണം. നല്ല അടിപൊളി നല്ല തളർന്ന പച്ചക്കറികളാണ്. അപ്പൊ വേഗം വെന്തു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. സാധാരണ ഞാൻ പരിപ്പ് വേഗം കുക്കറിലിട്ട് 2-3 വിസിൽ അടിക്കാന്ന് ഓർത്തിട്ട് അതങ്ങനെ ഇട്ട് അപ്പോഴേക്കും മനുഷ്യട്ടൻ വന്ന് എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ എടുത്ത് താട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേഗം പുട്ട് കൊടുത്തിട്ട്, പുട്ടിന് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടായിരുന്നില്ല. പാവം ചായയും ഒഴിച്ചിട്ട് തിങ്ങനെ. പിള്ളേരുടെയും കഷ്ടമാണ് ചില നേരം ചേട്ടൻ. പിന്നെ മാനേജ് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിള്ളേരുടെ സ്വഭാവം പോലെ ചായയൊക്കെ ഒഴിച്ച് അങ്ങനെയൊക്കെ കഴിക്കണോണ്ട് നമുക്ക് വലിയ ഉപകാരമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ വേണ്ടി പോണ്ട. പിന്നെ നമ്മൾക്ക് സാമ്പാർ വെക്കുമ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമ്പാറിന്റെ മുരിങ്ങാക്കായുടെ ഇതൊന്നും ഒടഞ്ഞു പോകണതൊന്നും ചേട്ടൻ സമ്മതിക്കൂല. അപ്പൊ ഭയങ്കര പണിയാണ് നമ്മൾക്ക്. ഞാനപ്പൊ ഈ വെണ്ടക്കായും മുരിങ്ങാക്കോലും വേറെ സെപ്പറേറ്റ് ചട്ടിയിലിട്ടിട്ട് ഞാനൊന്ന് വഴറ്റി ഇങ്ങനെ പകുതി വേവില് എടുക്കും. ഉടഞ്ഞു പോകരുത്. എല്ലാം കൂടി ഉടഞ്ഞ് കുക്കറിലിട്ട് കഴിഞ്ഞാൽ ചപ്പ് ചവറ് പോലെ ആയിപ്പോവും. പിന്നെ ഇത് വായിൽ വെക്കാൻ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് പിണക്കം കേൾക്കണ ഞാൻ ചട്ടിയിൽ വേറെ സെപ്പറേറ്റ് ആണ് വാട്ടിയെടുക്കാറുള്ളൂ കേട്ടോ. ചെറിയ ചട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെണ്ടയ്ക്കയും മുരിങ്ങാക്കോലൊക്കെ സെപ്പറേറ്റ് ഇട്ടിട്ട് സാമ്പാർ പൊടിയൊക്കെ ഇട്ട് ഇപ്പുറം വെച്ച് കഴിയുമ്പോൾ അപ്പുറത്ത് ഞാൻ കുക്കറിൽ പരിപ്പിട്ടിട്ടുണ്ട്. ആ പരിപ്പിൻ്റെ
വേഗലൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു വിസിലും കൂടി മറ്റേ ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് ഒന്നുകൂടി വേവിക്കും. അപ്പോഴേക്കും നമ്മളുടെ ഉഴുന്നും പച്ചരിയൊക്കെ നല്ല പോലെ വീർത്ത് വെള്ളമൊക്കെ കുടിച്ച് സെറ്റായിട്ടിരിപ്പുണ്ട്. ഇനിയിപ്പോൾ അതിനിടയിൽ നമുക്ക് ആ പരിപാടികൾക്ക് പോകണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളുടെ വെണ്ടക്കായയും മുരിങ്ങാക്കോലൊക്കെ നല്ല പോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അവിടെ ഇരുന്ന് കുക്കർ വേഗണ നേരം കൊണ്ട് നമുക്ക് പോയിക്കൊണ്ട് അപ്പത്തിനുള്ള പരിപാടികളൊക്കെ ചെയ്യാം. നല്ലപോലെ കുതിർന്ന അരിയും ഉഴുന്നൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഒരിത്തിരി 2-3 വെളുത്തുള്ളി, 2-3 ഉള്ളി, തേങ്ങ ചിരണ്ടിയത്, അരിയും ഉഴുന്നും ഇതെല്ലാം കൂടി ചേർത്തിട്ട് അരച്ച് കഴിഞ്ഞാൽ അപ്പത്തിനുള്ളതായി. അധികം പുളിക്കാനൊന്നും നിൽക്കണ്ട. പുളിക്കാത്ത അപ്പമാണ് ഈ ഇതിന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ വേഗം തന്നെ ചുട്ടെടുക്കട്ടെ. അപ്പോഴും അതവിടെ ഇരിക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പുത്തൻ കാലൂല്ലേ, അതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എത്ര ദിവസമായി എന്നറിയോ. ഞാനിങ്ങനെ ഇതൊക്കെ ആദ്യമായിട്ടാണ്ട് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അമ്മച്ചിയാണ് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ. ഇപ്പം അമ്മച്ചി നമ്മുടെ കൂടെ ഇല്ലാത്ത കാരണം ഈ പ്രാവശ്യം ഞാൻ ഇറങ്ങിയേക്കാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകണം, ആദ്യമായിട്ട് പുത്തൻകാലത്തിൽ ചെയ്യാൻ പോകണം. എൻ്റെ ഒരു പുത്തൻകാലത്തിൽ ചെയ്യാന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഒരു കലം വാങ്ങിച്ച് ഒരു അടപ്പത്ത് വെച്ചിട്ട് അടപ്പ് പൊട്ടിത്തെറിക്കണുണ്ടപ്പോൾ മുതൽ പിന്നെ എനിക്ക് ടെൻഷനായി. പുത്തൻകാലം മൈക്കേട്ടൊക്കെ ഉണ്ട്, എന്നാലും പൊട്ടിത്തെറിക്കുമോ എന്നുള്ളൊരു പേടി. എനിക്ക് ഗ്യാസുമ്മ വെക്കാൻ പറ്റുമോ, എന്തൊക്കെ ആവുമോ നമുക്ക് കണ്ടറിയാം. അപ്പോഴേക്കും നമ്മളുടെ കഷ്ണമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും സാമ്പാർ ലോട്ടൊക്കെ അതെല്ലാം കൂടി ഇതൊക്കെ ചേർത്ത് ഒരിത്തിരി ശർക്കരയും ഞാൻ ഒഴിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യാറില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയോ. ഒരുപാടൊന്നും ഒരു ഇത്തിരി ശർക്കരയും കൂടി ഒഴിച്ചു കഴിഞ്ഞാലില്ലേ നല്ല അടിപൊളിയായിരിക്കും സാമ്പാർ. ഞാൻ സാമ്പാറിൽ ഇങ്ങനെ ശർക്കരയൊക്കെ ഇടുമെന്ന് പറയുമ്പോൾ ഭയങ്കര ഇതാണ്. എൻ്റെ കൂട്ടുകാർത്തികളൊക്കെ കളിയാക്കും. പക്ഷെ ശരിക്കിന് ഒരു ഇത്തിരി ശർക്കര ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്. സാമ്പാറിന് പ്രത്യേക ഒരു രുചിയായിരിക്കും. ചെയ്യണില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടോ. നമുക്ക് നാളത്തൊക്കെ ഉള്ള ഒരു പാത്രത്തിലോട്ട് ഞാൻ സാമ്പാർ വേഗം അത് മാറ്റി വെച്ച് എടുത്ത് വരുമ്പോൾ നമ്മുടെ സാമ്പാർ വളിച്ചു പോകും. അപ്പോൾ അതെടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് ചോറും അപ്പോഴേക്കും വെന്തിട്ടുണ്ടായിരുന്നു. ചോറും ഒരു വശത്ത് ഞാൻ ഊറ്റി അതും വെക്കണം കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് പാലൂർക്കും അപ്പവും ഉണ്ടാക്കണം. അപ്പം അപ്പം വേഗം ആവിയേറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പാല് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വെക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ നമ്മൾക്ക് കഴിഞ്ഞ ദിവസം വെഞ്ചിരിച്ചൊക്കെ കിട്ടിയ ഓശാന ഞായർ അന്ന് കിട്ടിയ കുരുത്തോലയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ 3 കണ്ട വാടിയിട്ടില്ലിട്ട്, 2 കരിഞ്ഞു പോയി, 3 നല്ല വാടാണ്ടൊക്കെ ഇരിപ്പുണ്ട്. അപ്പം അനുചേട്ടൻ കഴിഞ്ഞ ദിവസം പറയാനുണ്ടായിരുന്നു നല്ല മനസ്സായിട്ടുള്ളവരുടെയാണ് വാടാതിരിക്കുള്ളൂ. അതിനകത്ത് ഒരു കുരുത്തോല എൻ്റെ ഉണ്ട്. അപ്പം എൻ്റെ മനസ്സ് നല്ലതായിരിക്കും. അങ്ങനെ അതൊക്കെ അരിഞ്ഞിട്ട് ഒരു കുരിശൊക്കെ പോലെ നമ്മ അപ്പത്തിന്റെ മുകളിലൊക്കെ വെച്ച് ഇഡലി പാത്രമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അപ്പമൊക്കെ അങ്ങനെ കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം കലത്തിൽ നമ്മൾക്ക് കൈ വിടാണ്ട് നിന്ന് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൺകലം കാരണം ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, ഇത്രയും ഭാഗമോ കാണുള്ളൂ. ഞാൻ ഇപ്പുറം കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ പിന്നാമ്പുറം കാഴ്ചകളാണ് കണ്ടത്. ഇത്രയും പാത്രങ്ങളായി. നമുക്ക് ഈ സാധനം അമ്മച്ചി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മച്ചി സൈഡിൽ കൂടി ഇങ്ങനെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാനിവിടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അമ്മച്ചിയോട് പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ പണികൾ വേഗം തീരും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ അമ്മച്ചി എന്റെ കൂടില്ലാത്ത കാരണം നമ്മ തന്നെ എന്തൊക്കെ ചെയ്യണ്ടേ. ഇനിയിപ്പൊ എല്ലാം ഇതൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് ഒതുക്കി പറക്കി ചായച്ച് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞിട്ട് പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ ഞാൻ നിൽക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഓരോ സൈഡിൽ ഇങ്ങനെ ചെയ്തു പോണ പണികളുടെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടി ഇട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ കൈയാണെങ്കിൽ ഇതിനകത്തൊന്നും മാറ്റാനും പറ്റൂല. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് അടപ്പത്തും വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പാത്രം കഴുകാൻ പോകാറുന്നത്. കൈ എടുത്തു കഴിഞ്ഞാൽ അപ്പം അടുക്കി പിടിക്കും. അതുകൊണ്ട് ഇതിനകത്ത് കൈ എടുക്കാനും പറ്റില്ല. അപ്പൊക്കെ ഒരുവിധമൊക്കെ വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടാ. എല്ലാവരും ഇതിനിടയിൽ വന്ന് ചോറിട്ടൊക്കെ കഴിഞ്ഞു പോയി. നമ്മളൊന്നും കാത്തിരിക്കാനിട്ട് കൊന്നാരില്ല. അമ്മ ഇത്തിരി ഞാൻ വൈകി കഴിഞ്ഞിട്ടാണ് ഇത്ര പരിപാടികൾ കുറേ പണിയും പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഞാൻ ചോറുന്നത്. ചോറൊക്കെ തിന്നു കഴിഞ്ഞ് കുളിയും കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പള്ളിയിലോട്ട് പോകാൻ വേണം. അപ്പം അനുചേട്ടൻ പള്ളിയിൽ അങ്ങനെ വരാറൊന്നുമില്ല. മിക്കപ്പോഴും മീൻ തീറ്റ കൊടുക്കാൻ പോലും അങ്ങനെ ഇങ്ങനെ ദുഃഖ വെള്ളിയാഴ്ച പെസഹ വ്യാഴാഴ്ച അങ്ങനെയുള്ള വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രം ചിടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിലോട്ട് നമുക്ക് വരാറുള്ളൂ. അപ്പൊ ഇനിയിപ്പോ എന്തായാലും വരാൻ നിൽക്കണല്ലേ, വേഗം ഷർട്ടൊക്കെ തേച്ച് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഷർട്ട് തേച്ച് ശരിയാവൂല, ഞാൻ തന്നെ തേച്ചോളാം പറഞ്ഞു സ്വന്തമായിട്ട് തന്നെ ഷർട്ടൊക്കെ തേച്ച് റെഡിയായി മാറി ഇറങ്ങിയണ്ടാ. ഈ ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ലോക്ക് ഉണ്ട്. ഈ 8 ലോക്കും പീരങ്കി മിലിറ്ററി ക്യാമ്പിൽ വെടിവെപ്പ് പോലെയാണ് എനിക്ക് ഇത് കൂട്ടുമെന്ന് തോന്നണത്. അങ്ങനെ 8 കൂട്ടിട്ട് കഴിഞ്ഞിട്ട്
വാതിൽ ജനലൊക്കെ അടച്ചിട്ട് നമ്മൾ ഇറങ്ങാൻ പോയിന് പള്ളിയിലോട്ട് പോകാൻ വേണ്ടി. അപ്പൊ എന്നെയും വെയിറ്റ് ചെയ്തിട്ട് വെള്ള ഷർട്ട് ഇട്ടൊരു മാടപ്രാവിന്റെ പോലെ ഇങ്ങനെ മുമ്പശത്ത് എന്നെയും വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കണ്. കുറച്ചേരം അതിൻ്റെ അടുത്ത് പോയി നിന്ന് ഷൂട്ടൊക്കെ ചെയ്തിട്ടാ. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായൊക്കെ ആയി കഴിഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. 5:30 മണിക്കാണ് നമ്മൾക്ക് പള്ളിയിൽ കുർബാന. ഒക്കെ റെഡി ആയിട്ട് ഇറങ്ങാൻ പോയാണ് പള്ളിയിലോട്ട്. ഇനിയിപ്പോൾ ഒരു 7 മണി വരെയൊക്കെ ഉണ്ടാവുമല്ലോ കുർബാന. വായനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴേക്കും ഒരു വഴിയാവും. അപ്പം ഇനിയിപ്പോൾ പള്ളിയിൽ പോയിട്ട് അപ്പോൾ അവർ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നത് വണ്ടിയിൽ എല്ലാവരും കൂടി കയറി നമ്മൾ പറഞ്ഞ നേരം കൊണ്ട് പള്ളിയിലെത്തിയിട്ട് 10 മിനിറ്റൊക്കെ ആവുള്ളൂ പള്ളിയുടെ അവിടെ വരെ പോകാൻ. അത്രയും ദൂരമുള്ളൂ. പള്ളിയുടെ മുറ്റം മുഴുവനും നിറയെ ആളുകളാണ്. ഇന്ന് പള്ളി മുഴുവൻ നിറച്ച ആൾക്കാരായിരിക്കും. ഇന്നും നാളെയൊക്കെ ആയിട്ടിട്ട് മൊത്തം നിശബ്ദതയും മൊത്തം തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. 7:30 മണിയായപ്പോഴേക്കും പള്ളിയുടെ കുർബാനയൊക്കെ ഏകദേശം 7:30 മണിയൊക്കെ ആവും ഇനിയിപ്പോൾ കഴിയുമ്പോൾ. അപ്പം എല്ലാവരും കസേരയൊക്കെ ഇട്ട് മുമ്പശത്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. 7:30 മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുർബാനയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. ഇനിയിപ്പോൾ അപ്പോൾ കുറുക്കൊക്കെ നമുക്ക് പാത്രത്തിലെടുത്തിട്ട് വേണം ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാൻ. ചേച്ചിയുടെ വീട് ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് തന്നെ. ആ പള്ളി കണ്ടില്ല, ആ പള്ളിയുടെ തൊട്ടരികെ തന്നെയാണ് എൻ്റെ ചേച്ചിയുടെ വീട്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ് അമ്മച്ചി നിൽക്കുന്നത്. കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടൊക്കെ അമ്മച്ചി ഇപ്പം ചേച്ചിയുടെ കൂടെയാണ്. ഞാനിവിടെ ജോലിക്ക് പോണതുകൊണ്ട് ഇവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പകൽ മുഴുവൻ അമ്മച്ചിയുടെ ഒറ്റയ്ക്ക് ഇരിക്കണതിൻ്റെ പേരിൽ ചേച്ചിയുടെ കൂടെ അമ്മച്ചി നിൽക്കുകയാണ്. അപ്പം പാത്രത്തിലൊക്കെ ആക്കിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് പോകണം. എല്ലാ കൊല്ലം ഇല്ലെങ്കിൽ അമ്മച്ചിയാണ് അപ്പമൊക്കെ മുറിച്ചിട്ട് നമുക്ക് തരണത്. ഇനിയിപ്പോൾ നമ്മൾ ചെല്ലാതിരിക്കുമ്പോൾ അമ്മച്ചിക്ക് വിഷമാവില്ലേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ അപ്പമൊക്കെ ഇങ്ങനെ ഒരു 3 അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് 2 അപ്പം അങ്ങോട്ട് ഒരു അപ്പം കൊണ്ടുപോകാം, കുറുക്ക് കൊണ്ടുപോകാമെന്ന് ഓർത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ പാത്രത്തിലൊക്കെ ആക്കി. അപ്പം ഞാൻ കുറുക്ക് ഉണ്ടാക്കിയപ്പോൾ ഇത്തിരി ലൂസായിപ്പോയി. കട്ടിയായിട്ടിരുന്നാലാണ് ഇഷ്ടം ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇളയവന് കട്ടിയായിട്ടിരിക്കണമെന്ന് പറഞ്ഞാലും കുറച്ചും കൂടി പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ ഒന്നും കൂടി കുറുക്കിയെടുത്തപ്പോൾ ഒന്നും കൂടി കട്ടിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ലൂസായിട്ടിരിക്കാനാണ് ഇഷ്ടം. പക്ഷെ അവന് കട്ടിയായിട്ടിരുന്നാലും അവൻ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പൊടി ഇട്ടിട്ട് ഞാൻ നല്ല കട്ടി പോലെ എടുത്ത്. അപ്പം ചെന്ന് കഴിഞ്ഞപ്പം നാത്തൂൻ്റെ മോളാണിത് ഇളയത്. അവള് ബാംഗ്ലൂര് നേഴ്സിങ്ങിന് പഠിക്കുകയാണ്. ഈ ഈസ്റ്ററായിട്ട് ഇനി വന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പം ഈസ്റ്ററായി കഴിഞ്ഞപ്പോൾ ആളിവിടെ എത്തിയേക്കാണ്. അപ്പം എല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് അമ്മച്ചി കട്ട് ചെയ്ത് എല്ലാവർക്കും പാൽ കൊടുക്കവും അപ്പമൊക്കെ എടുത്ത് തന്ന് എല്ലാവരും കൂടി ഇരുന്ന് വട്ടമൊക്കെ വളഞ്ഞിരുന്ന് ഞങ്ങൾ തിന്നാണ്. അമ്മച്ചി കണ്ണടയൊക്കെ വെച്ചിരിക്കണം. വെച്ചിട്ട് കണ്ണ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പൊടിയൊന്നും കയറാതിരിക്കണ്ടെന്ന് ഓർത്തിട്ട് കണ്ണടയൊക്കെ വെച്ച് ഭയങ്കര സ്റ്റൈലിലാണ്. അപ്പം ചേച്ചിയുടെ വീട്ടിൽ പോയി അപ്പം മുറിക്കലൊക്കെ കഴിഞ്ഞ് അപ്പമൊക്കെ കട്ട് ചെയ്ത് വീട്ടിൽ വന്നിട്ട് ഇനിയിപ്പോൾ നാളെ ദുഃഖ വെള്ളിയാഴ്ച രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് നമ്മൾക്ക് കുരിശിൻ്റെ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പോകണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പെസക വ്യാഴാഴ്ച കുറച്ച് വിശേഷങ്ങളൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ.